സമസ്തയുടെ ഇന്ന ആശയം എനിക്ക് യോജിക്കാൻ കഴിയില്ല, ഇത് സമസ്തയുടെ നിയമത്തിൽ പാടില്ലാത്തതാണ്, സമസ്തയുടെ നിയമത്തിൽ എന്നോട് എതിരായിക്കൊണ്ടാണല്ലോ ഉസ്താദ് അവിടുന്ന് ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ഉസ്താദ് ഏത് ആശയത്തോടാണ് എതിരായത്? ഏത് ആശയത്തോട് എതിരായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരവിടുന്ന് ഇറങ്ങിപ്പോന്നത് എന്ന് എനിക്ക് എടുത്തു പറഞ്ഞോളൂ. അതായത് ശരീഅത്ത് വിവാദ കാലഘട്ടം, ശരീഅത്ത് വിവാദം തോന്നും, ആ കാലഘട്ടത്തിൽ മാനേജർ സ്ക്വയറിൽ വെച്ചിട്ട് ശംസുൽ ഉലമ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ നദവി സാഹിബ് മുജാഹിദുമായി ഇടപെടുന്നു ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അതിനാ തുടക്കം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തെറ്റാണെങ്കിൽ സ്വാധീനം തിരുത്താവുന്നതാണ്. സോറി. ഇറങ്ങിപ്പോരാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അന്ന് സമസ്തയിൽ നിന്ന്, അഥവാ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും, സമസ്തയുടെ കോമ്പൗണ്ടിലേക്ക് ആദ്യമായി പോലീസുകാർ വന്നു എന്നൊക്കെ പറയുന്നില്ലേ? ആ സമയം എന്ത് ആശയത്തോട് എതിരായിക്കൊണ്ടാണ്, സമസ്തയുടെ എന്ത് ആശയത്തോട് എതിരായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പോകുന്നത് എന്ന് അങ്ങോട്ട് പറയേണ്ടത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് നദ്വി സാഹിബ്. ചിന്തിക്കണം, നദ്വി സാഹിബിന്റെ കൂടെ ശംസുൽ ഉലമ ഇരുന്നു എന്നതാണോ ഇറങ്ങിപ്പോരാനുള്ള കാരണം? ഇക്ബാൽ സാഹിബെ, ഹൃദയം തുറന്ന് ചിന്തിച്ചൂടെ നമുക്ക്? ശംസുൽ ഉലമ നദ്വി സാഹിബിന്റെ കൂടെ കോഴിക്കോട് പരിപാടിയിൽ സംബന്ധിച്ചു എന്നതാണോ ഉള്ളാൾ തങ്ങളും AP ഉസ്താദും ഇറങ്ങിപ്പോരാനുള്ള കാരണം? അല്ല, യാഥാർത്ഥ്യമല്ല, അത് വെറുതെ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അതൊരു ഇഷ്യൂ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചാല്, കോഴിക്കോട് പരിപാടിയിൽ ശംസുൽ ഉലമ പങ്കെടുത്തു എന്നതല്ല പ്രശ്നം. അവിടെ അഥവാ സമസ്തയുടെ നേതാക്കന്മാരും മുജാഹിദിന്റെ നേതാക്കന്മാരും ജമാഅത്തിന്റെ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു വേദി. നമ്മൾ ശരിക്കും ചിന്തിക്കുക, എല്ലാവരും ഒരുമിച്ച് കൂടി ശരീഅത്ത് പ്രശ്നമാണല്ലോ, ശരീഅത്ത് ഭേദഗതി വരുത്തണം എന്ന് അന്നത്തെ സർക്കാരിന്റെ എതിരെ പ്രമേയം പാസാക്കാനുള്ള ഒരു വേദിയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ നദ്വി സാഹിബ് പറയാണ്, 3 തലാക്ക് ഒന്നിച്ച് ചെല്ലുക, 3 പോകൂല, 1 പോകുള്ളൂ. അവിടെ നദ്വി സാഹിബ് പറയാണ്, 3 തലാക്ക് ഒന്നിച്ച് ചെല്ലുക, 3 പോകൂല, 1 പോകുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, അവിടെ ഈ മൂപ്പര് ആദർശം പറയാൻ ശ്രമിക്കുക. ഇവിടെ അല്ലെങ്കിൽ തന്നെ തലാഖിന്റെ വിഷയത്തിൽ ഭേദഗതി ചെയ്യണം എന്ന് ശരിക്കും അല്ല. ഇക്ബാൽ സാഹിബിന് മൈക്ക് തരാം. അപ്പോ ഭേദഗതി ചെയ്യണം എന്ന് നദ്വി സാഹിബ് എന്ന് ചോദിക്കുന്നു. നിങ്ങളതൊന്നും അറിയില്ല. നദ്വി സാഹിബാണ് മുത്തലാഖ് വിഷയം സംസാരിച്ചത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങളൊക്കെ നമ്മളെ പജ്ജോളിനോട് ചോദിക്കണം. ഇതൊക്കെ നമ്മളെ ജമ്മാക്കുന്ന പജ്ജോളിനോട് ചോദിക്കണം. നദ്വി സാഹിബാണ് അന്ന് മുത്തലാഖ് വിഷയം സംസാരിച്ചത്. പിന്നെ അതിന് മുമ്പ് അറിയാതൊരു സത്യം ഉപ്പർ പറഞ്ഞു. എന്താണ്? നിങ്ങൾ അന്ന് അറിയില്ലേ? അന്ന് എങ്ങനെയൊക്കെ സംഭവം ഉണ്ടായ സമയത്ത് പോലീസുകാർ സമസ്ത ഓഫീസ് വളഞ്ഞു. സമസ്ത ഓഫീസിലേക്ക് എന്തിനാണ്? സമസ്ത ഓഫീസിനുള്ളിൽ കള്ളക്കടത്തിന്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സമസ്ത ഓഫീസിനുള്ളിൽ കൊലപാതകൾ ഒളിപ്പിച്ചിരുന്നു. സമസ്ത ഓഫീസിന്റെ ഉള്ളില് മാരകായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഓ എന്റെ എതിരിബി, എന്തിനാണെന്നും കൂടി പറയടോ. അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനും ശംസുലമയും ഗറാബോ ചെയ്തുകൊണ്ട് അവരെ കയ്യേറാൻ ശ്രമിച്ച തനി ഗുണ്ടകളും തമ്മാടികളുമായ ഏപ്പിക്കാരുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാതെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ പോലീസിനെ വിളിക്കേണ്ടി വന്നു. ഈ കുരുത്തം കെട്ട ആളുകളെ മാറ്റി നിർത്തിയിട്ട് ശംസുൽ ഉലമക്കും കണ്ണിയത്ത് ഉസ്താദിനും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഇത് മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന് പറഞ്ഞ പോലെ നദ്വി സാഹിബാണ് പോലും മുത്തലാഖ് വിഷയം കൈകാര്യം ചെയ്തത്. ഇതാണ് ഇവരുടെ മുഫ്തി. ഇതാണ്. ഏതായാലും ബാക്കി ഭാഗം കേൾക്കൂ. കരച്ചിൽ തുടങ്ങാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കരച്ചിൽ വരും. മൈക്രോളി ചെയ്തു അമീർ സാഹിബിനോട്. പ്രമേയം പാസാക്കാനുള്ള ഒരു വേദിയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ നദ്വി സാഹിബ് പറയാണ്, 3 തലാക്ക് ഒന്നിച്ചു ചെല്ലുക, 3 പോകൂല, 1 പോകുള്ളൂ.
അവിടെ നദ്വി സാഹിബ് പറയാണ് 3 തലാക്ക് ഒന്നിച്ച് ചെല്ലിയ 3 പോകൂല, 1 പോകുള്ളൂ എന്ന്. നിങ്ങൾ ചിന്തിക്കണം. അവിടെ ഈ മൂപ്പര് ആദർശം പറയാൻ ശ്രമിക്കുക. ഇവിടെ അല്ലെങ്കിൽ തന്നെ തലാഖിന്റെ വിഷയത്തിൽ ഭേദഗതി ചെയ്യണം എന്ന് ശരിക്കും അല്ല, ഇക്ബാൽ സാഹിബിന് മൈക്ക് തരാം. അപ്പോ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി ആ സമയത്ത് മൂപ്പര ആശയം പറയാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അത് കുഴപ്പമില്ല, അതൊരു വിഷയമുള്ള കേസല്ല. അത് മൂപ്പര് പറഞ്ഞല്ലോ. അതിന് ശേഷമുള്ള ആളുകള് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായാലും ശംസുൽ ഉലമ ഒരു കൊട്ടു കൊടുക്കുന്നില്ല. അതിന് ശേഷമുള്ള ആളുകള് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായാലും ശംസുൽ ഉലമ ഒരു കൊട്ടു കൊടുക്കുന്നില്ല. കാരണം ഇവിടെ ശ്രോതാക്കളില്ലേ, ആ ശ്രോതാക്കൾ ഇത് കേട്ടു, ഇതിന്റെ എതിരഭിപ്രായം കേട്ടില്ല. അപ്പൊ ആ പറഞ്ഞത് തെറ്റാണ് എന്നൊരു വാക്ക് അവിടെ ശംസുൽ ഉലമക്ക്. സുഹൃത്തുക്കളെ, ഇവിടെ വളരെ പ്രത്യേകമായ പോയിന്റ് ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒന്നാമത് ഈ വിഷയം, മുത്തലാഖ് വിഷയം സംസാരിച്ചത് തന്നെ നദ്വി സാഹിബല്ല, ജാഹിലായ പജ്ജോളിയുടെ ജഹാലത്താണത്. ഒന്ന്. രണ്ടാമത്തത്, ഈ മുത്തലാഖ് വിഷയം സംസാരിക്കുന്ന സമയത്ത് മഹാനായ ശംസുൽ ആ വേദിയിലില്ല. പച്ചക്കളവ് പറയുന്നു, ഒരു ഉൾപ്പെടാത്ത മനുഷ്യൻ. സൽമാൻ നദ്വി ഉസ്താദ് അടിച്ചതുപോലെ ചരിത്രത്തെ പരസ്യമായി വ്യഭിചരിക്കുന്ന മണ്ടൻ. ഇവരെ നല്ലത് SGV തന്നെ അല്ലേ? ബഹുമാനപ്പെട്ട സൽമാൻ നദ്വി ഉസ്താദ് അടിച്ചതുപോലെ ചരിത്രത്തെ ഇങ്ങനെ വിഭജിക്കുന്ന തനി മണ്ടൻ പടുജാഹിൽ, ഇവന് പറ്റിയ റൂം SGV തന്നെ അല്ലേ? ഇത് ഈ മുത്തലാഖ് വിഷയം അവിടെ സംസാരിക്കുന്ന സമയത്ത് ശംസുൽ ഉലമ ഇല്ലാന്ന് മാത്രമല്ല, ഈ മുജാഹിദിന്റെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ഈ മുത്തലാഖ് വിഷയം പറഞ്ഞതിന് ശേഷം കോഴിക്കോട് കാതി തന്നെ ശക്തമായിട്ട് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പച്ച പൊള്ളു പറയാണ്. ചരിത്രം അറിയാലോ, പഴയകാല ആളുകളോട് ചോദിച്ചു നോക്ക്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു, എനിക്ക് കരച്ചിലായിരിക്കാം. അമീർ സാഹിബിന്റെ ഫേസ്ബുക്ക് പ്രവർത്തകരൊക്കെ ആ കരച്ചിൽ റെക്കോർഡ് ചെയ്യേണ്ട ആളുകളൊക്കെ റെഡി ആയിക്കോളി. മൈക്ക് റിലീസ് ചെയ്യുന്നു. 3 പോകൂല, 1 പോകുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവിടെ ഈ മൂപ്പര് ആദർശം പറയാൻ ശ്രമിക്കുക. ഇവിടെ അല്ലെങ്കിൽ തന്നെ തലാഖിന്റെ വിഷയത്തിൽ ഭേദഗതി ചെയ്യണം എന്ന് ശരിക്കും അല്ല, ഇക്ബാൽ സാഹിബിന് മൈക്ക് തരാം. അപ്പോ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി ആ സമയത്ത് മൂപ്പര ആശയം പറയാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അത് കുഴപ്പമില്ല, അതൊരു വിഷയമുള്ള കേസല്ല. അത് മൂപ്പര് പറഞ്ഞല്ലോ. അതിന് ശേഷമുള്ള ആളുകള് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായാലും ശംസുൽ ഉലമ ഒരു കൊട്ടു കൊടുക്കുന്നില്ല. അതിന് ശേഷമുള്ള ഇവിടെ അമീർ സാഹിബ്, എന്നാ പിന്നെ ഇനി അതിന്റെ കൂടെ തന്നെ ഇട്ടോളൂ. ഇത് നമ്മുടെ പ്രവർത്തകരൊക്കെ ഇത് കേട്ട് സഹിക്കാൻ പറ്റാത്ത പ്രവർത്തകർ എന്നോട് പറഞ്ഞു, ARCKP ഇത് കുറച്ചായിട്ടോ, എന്റെ ARCKP ഇതിനെതിരെ ശക്തമായിട്ട് മറുപടി പറയണം. ഞാൻ പറഞ്ഞു, പച്ചോളി അങ്ങനെ പറയൂല, ഞാനിത് കേട്ടിട്ടില്ല, സംഭവം കേട്ടിട്ടില്ല. ചില ആളുകൾ ഞങ്ങൾ കേട്ടു, അദ്ദേഹം പച്ചക്ക് വ്യഭിചരിക്കുകയാണ്, ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ്, അദ്ദേഹം പച്ചപ്പൊട്ട് പറയാണ്, മഹാനായ ശംസുൽ നിന്ദിക്കുകയാണ്. ഞാൻ ഉടനെ പയ്യോളിക്ക് മെസ്സേജ് അടിച്ചു, നിങ്ങൾ പിന്നെ മഹാനായ ശംസുൽ ഉലമയെ കുറ്റപ്പെടുത്തി സംസാരിച്ചോ? മഹാനായ ശംസുൽ ഉലമയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്കതിന് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ചരിത്രത്തെ പച്ചക്ക് വിഭജിച്ചിട്ടുണ്ട്, എനിക്കതിന് മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്നെ പ്രൈവറ്റിൽ വിളിച്ച ഉടനെയുള്ള വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഏതായിരുന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട മീൻകാരൻ ഫരീദിന്റെ മകനായ അഷ്റഫ് ജമീൽ അല്ലെങ്കിൽ പജ്ജോളി എന്ന ID ഇപ്പോ ഓഫ്ലൈൻ ആയിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വേറെ വ്യാജ IDയിൽ ഇപ്പൊ KSRൽ കയറിയിട്ടുണ്ട്. ഏതായാലും താഴത്ത് കേൾക്കുന്നുണ്ടാകും. ഇൻഷാ അല്ലാഹ് അദ്ദേഹം തന്നെ ബാക്കി ഭാഗം കേൾക്കട്ടെ. മൈക്ക് റിലീസ് ചെയ്യുന്നു അമീർ ഇരിക്കൽ സാഹിബിന് വേണ്ടി. പറഞ്ഞിട്ടില്ല.
ശംസുലമനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ഇതാക്കിയത്? ഞാൻ കരുതിക്കൂട്ടി ശംസുലമനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഞാൻ കല്യാണമൊന്നും പറഞ്ഞിട്ടില്ല. ഇത് റെക്കോർഡൊന്നും ചെയ്യണ്ടെങ്കിൽ എനിക്ക് പേടിയാ. ശംസുലമനെ പറയാൻ എനിക്ക് പേടിയാ. ഞാനൊന്നും പറഞ്ഞിട്ടുള്ളത് എന്തിനാണെന്നത് പേടി പഠിച്ചായിട്ടൊക്കെ ശംസുലമനെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ചിന്തിച്ചിട്ടില്ല. സുഹൃത്തെ, ഞാൻ മയക്കുവിടാം. അസ്സലാമലൈക്കും. ഉസ്താദെ, ഞാൻ പറഞ്ഞത് നേരത്തെയും പറഞ്ഞത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നിട്ടുണ്ട്. ആ ഉസ്താദ് ആ പ്രസംഗം മുഴുവൻ, ആ ചർച്ച മുഴുവൻ കേട്ടാൽ ഉസ്താദിന്റെ മനസ്സിലാവും. ആ സമയത്ത് അവിടെ അബ്രജ് ഉണ്ടായിരുന്നല്ലോ, അയാൾ കൈകാര്യം ചെയ്യുമായിരുന്നല്ലോ ആ വിഷയം. എന്തിനാ ഉസ്താദ് വേണ്ടാതെ ആ പരിപാടിക്ക് പോയതെന്ന്. കാരണം ഉസ്താദ് അതിൽ പറഞ്ഞതിന് 3 ഉസ്താദിനെ കേട്ടോളൂ. ആ ക്ലിപ്പ് മുഴുവനായിട്ട് ഞാൻ അയാളോട് വാങ്ങിച്ചു. ആ പ്രസംഗം, ആ ചർച്ച മുഴുവനായിട്ട് ഏകദേശം അരമണിക്കൂറിൽ കൂടുതലുള്ള ആ ചർച്ച മുഴുവനായിട്ട് ഞാൻ കേട്ടു. അതുകൊണ്ടാ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാല് നദീബി സാഹിബ് മുത്തലാഖ് വിഷയം സംസാരിച്ചു. നദീബി സാഹിബ് ആ പരിപാടിയിൽ മുത്തലാഖ് വിഷയം സംസാരിച്ചിട്ടേ ഇല്ല. ഒരു ബിഹാറുകാരനാണ് അത് സംസാരിക്കുന്നത്. അതൊന്ന്, ഒരു തെറ്റതല്ലേ. രണ്ടാമത്തത്, പിന്നെ ശംസുലുലമ അത് കേട്ടിട്ടുണ്ടാവൂലായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി. പക്ഷെ നിങ്ങൾ പിന്നെ പറയുന്നു ശംസുലുലമക്ക് അത് തിരുത്താമായിരുന്നല്ലോ. അത് തെറ്റാണ്. കാരണം ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഒന്നാമത് നദീബി അല്ല സംസാരിച്ചത്. രണ്ടാമത്തത് ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ശംസുലുലമ തിരിച്ച് വീട്ടിലെത്തിയിരുന്നു. ആ സമയത്ത് അവിടെ ഇല്ല. പിന്നെ മൂന്നാമത് അത് തിരുത്തിയിരുന്നു. അന്നത്തെ കോഴിക്കോട് കാവി എന്നെ ശക്തമായിട്ട് അതിനെതിരെ മറുപടി പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനൊരു വിഷയം തീർത്തും പിന്നെ ഒരു കളവ് പോലെ പുറത്തേക്ക് വന്നപ്പോൾ ഉസ്താദ് അറിയാതെ, ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം. അത് ഇനിയൊരു ചർച്ച, മിക്കവാറും ഒരു ചർച്ച വരും. കാരണം നമ്മുടെ റൂമിൽ സുന്നിസാദ് ക്ലിപ്പ് ഇട്ട് ചർച്ച ചെയ്തിരിക്കെ മിക്കവാറും അടുത്ത ദിവസം നിങ്ങളുടെ റൂമിൽ ആ ചോദ്യം വന്നാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ശംസുലുലമനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരാണ്? ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ തന്നെ പറഞ്ഞു ശംസുലുലമ കേട്ടിട്ടുണ്ടാവൂലല്ലോ എന്നല്ലേ പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് എന്ത് പോയിന്റ് പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല. അതിന്റെ തെറ്റായിട്ടൊന്നും കാണില്ല. പക്ഷെ അത് ഒരു ക്ലിപ്പായിട്ട് മാറിയിട്ടുണ്ട്. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ കട്ട് ക്ലിപ്പോ അല്ലെങ്കിൽ പിന്നെ ദുർവ്യാഖ്യാനം അങ്ങനൊന്നും അല്ല. ശരിക്കും ഞാൻ പല പ്രാവശ്യം 3-4 പ്രാവശ്യം കേട്ടു. വളരെ വ്യക്തമായിട്ടുള്ള ഉസ്താദ് അങ്ങനെ പറയുന്നുണ്ട്. ശംസുലുലമ കേട്ടിട്ടുണ്ടാവൂലായിരിക്കാം. പക്ഷേ അതിനുശേഷം അതിന് മറുപടി പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതും പറഞ്ഞിട്ടില്ല. അത് തെറ്റന്നെയാണ് എന്നുള്ള ഒരു പുസ്തകം പറയുന്നുണ്ട്. ഞാൻ ശംസുലുലമ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ശംസുലുലമ അതിന് മറുപടി പറയാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത്. കേട്ടിട്ടുണ്ടാവില്ല എന്ന് അല്ലാതെ ഞാനിത് ശംസുലുലമ കേട്ടിട്ടും പ്രതികരിക്കാതിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ശംസുലുലമ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കുമായിരുന്നു. പക്ഷെ ശംസുലുലമ അത് കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ശംസുലുലമ പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും അതിൽ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ക്ലിപ്പുണ്ടാക്കിയതിനെ നിങ്ങൾ ക്ലിപ്പിടുന്നു എന്നല്ല. എന്നെ പറ്റി ഒരുപാട് ആൾക്കാർ ക്ലിപ്പിടുന്നതല്ലേ. പക്ഷെ നിങ്ങളിൽ നിന്ന് ശംസുലുലമയെ എന്നീ ചേർത്തതിന്റെ ക്ലിപ്പൊക്കെ വല്ലാത്ത സങ്കടം വന്നു. കാരണം ഞാൻ എന്റെ ഹൃദയത്തിൽ അത്രയും വലിയ സ്ഥാനം കൊടുക്കുന്ന മഹാന. ആ മഹാനെ കുറിച്ച് എന്നെ പറഞ്ഞപ്പോ തീരെ കഴിയാൻ പറ്റില്ല. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഹൃദയത്തിൽ പോലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇടുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാൻ കരുതിക്കൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ശംസുലുലമയുടെ മഹത്വം ഉയർത്തുകയും ചെയ്തിട്ടുള്ളൂ എന്റെ അറിവിൽ. കാരണം എന്തുകൊണ്ട് ശംസുലുലമ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കുമായിരുന്നു. പക്ഷെ ശംസുലുലമ അത് അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരും കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പ്രതികരിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചത്. അല്ലാതെ അതിനപ്പുറത്തേക്കും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, അത് നീ പറഞ്ഞേനു. എന്നെ പറ്റി ക്ലിപ്പുണ്ടാക്കിയതല്ലേ വിചാരം. പക്ഷെ ശംസുലുലമയെ കുറിച്ചും എന്നെ കുറിച്ചും പറഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് കരുതി? അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള എനിക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമുള്ളത്. കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ശംസുലുലമയെ ഞാൻ ഇതെത്തിയെന്നൊരാണ് പറയുന്നത്. അതിന്റെ സ്ഥലത്തിന്റെ ആടുകൾ ഞാൻ ഇതെത്തിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ചിന്തിച്ചത് ആ വ്യക്തിയോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമ്മൾ പണ്ഡിതന്മാരെ ചീത്ത പറയുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇന്നൊരു സമസ്തക്കാരനെയും ഈ സമസ്തന്റെ ആടുകളെയും ഞാൻ എന്റെ ഭാര്യയോട് ചീത്ത പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടുകാരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അവർക്ക് തന്നെ അറിയുന്ന കാര്യം നിങ്ങൾക്കും അറിയാം. ഞാൻ മൈക്കില്ല. എനിക്കെന്തായാലും വീട്ടിൽ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഞാൻ എപ്പോഴും നല്ലില്ല.